മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതിനുള്ള സ്പോൺസർമാരെ കണ്ടെത്തിയതിലും കലൂർ സ്റ്റേഡിയം നവീകരണം സ്പോൺസർമാരെ ഏൽപ്പിച്ചതിലും ദുരൂഹതയാരോപിച്ച് UDF. കായികമന്ത്രി അബ്ദുറഹ്മാനും പിണറായി സർക്കാരും കേരളത്തിലെ കായിക പ്രേമികളെ വഞ്ചിച്ചുവെന്ന് കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ പറഞ്ഞു. ഫിഫ മത്സരത്തിന്റെ പേരിൽ സ്റ്റേഡിയം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് GCDA ചെയർമാൻ പ്രതികരിച്ചു. മുട്ടിൽ മരമുറി ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായവരെ സ്പോൺസർമാരാക്കിയതെന്തിന് എന്നതടക്കം അക്കമിട്ട ചോദ്യങ്ങളുമായി ഫേസ്ബുക്കിലൂടെയാണ് ജിൻഡോ ജോണിന്റെ പ്രതികരണം. ചീഫ് സെക്രട്ടറി ജയതിലക അന്ന് പുറത്തിറക്കിയ ഒരു വിവാദ ഉത്തരവിന്റെ മാത്രം മറപറ്റി ശതകോടികളുടെ കള്ളത്തടി വെട്ടിക്കടത്തിയ ഒരാൾ എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങളിൽ നുഴഞ്ഞുകയറിയതെന്ന് ജിൻഡോ ജോൺ ചോദിക്കുന്നു. സ്പോൺസറെ തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരുമെന്നുള്ള വ്യക്തമായ ഔദ്യോഗിക ഉറപ്പ് പോലുമില്ലാതെ പ്രചരണം നടത്തി കലൂർ സ്റ്റേഡിയത്തിൽ എന്തിനാണ് പണികൾ നടത്തിയത്? ഇതിനായി എത്ര കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു? ആന്റോ അഗസ്റ്റിനാണ് വഹിക്കുന്നതെങ്കിൽ വ്യാജ പ്രചാരണത്തിലൂടെ വസൂലാക്കിയ പണമാണോ എന്നും അതിന്റെ സാമ്പത്തിക സ്രോതസ് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്നും ജിൻഡോ പറഞ്ഞു. സാധാരണക്കാരുടെ നികുതിപ്പണം ചെലവഴിച്ചാണ് മെസ്സിയെ കൊണ്ടുവരാൻ യൂറോപ്പിൽ കായികമന്ത്രിയും സംഘവും ടൂറടിച്ചതെന്ന് PK ഫിറോസും ആരോപിച്ചു. മാത്രമല്ല, സാധാരണക്കാരുടെ നികുതിപ്പണം ചെലവഴിച്ചിട്ടാണ് ഈ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി യൂറോപ്പിൽ കായികമന്ത്രിയും സംഘവും ടൂറടിച്ചത്. എന്നാൽ ഫിഫ മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് GCDA ചെയർമാൻ ചന്ദ്രൻ പിള്ള പ്രതികരിച്ചു. മത്സരം നടത്താനായി സ്റ്റേഡിയം സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അതിന് കരാറുണ്ടാക്കിയിട്ടില്ല. SFKയും GCDAയും സ്പോൺസറും ചേർന്നുള്ള നോട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 കൊച്ചി.